പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബീന ഷെറി. ഞാൻ ഈയിടെ എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ മാതാവുമായിട്ടുള്ള ഭക്തിയിൽ ഒരു കുറവ് വന്നിട്ടുണ്ടോ എന്നിങ്ങനെ ഞങ്ങൾ സംസാരിക്കാനിടയായി. എൻ്റെ അഭിപ്രായത്തിൽ ഈശോയാണ് നമ്മുടെ ഏകരക്ഷകൻ. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. മാതാവ് നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് മാതാവ് പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. മാതാവ് നമ്മളെ വചനം അനുസരിച്ച് ജീവിക്കാൻ, വിശുദ്ധിയിൽ വളരാൻ, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമ്മളെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് മാതാവ് വളർത്തി ഈശോയിലേക്ക് അടുപ്പിക്കുകയാണ് മാതാവ് ചെയ്യുന്നത്. മാതാവിൻ്റെ സ്വന്തം പ്രിയപുത്രൻ പാടുപീഡകൾ സഹിച്ച് കുരിശ് ചുമന്ന് കുരിശിൽ മരിച്ച് ഈ ലോകത്തെ രക്ഷിച്ചു. ആ രക്ഷ ഏറ്റുവാങ്ങാതെ, ആ രക്ഷ സ്വന്തമാക്കാതെ ഈ ലോകത്തിലുള്ള മനുഷ്യർ പാപത്തിന് അടിമപ്പെട്ട് കഴിയുമ്പോഴാണ് മാതാവിന് സങ്കടം വരുന്നത്. മാതാവ് രക്തക്കണ്ണുനീര് തൂകി പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാതാവിനോട് നമ്മുടെ ജീവിതത്തിൽ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു കുറവും വരുത്തേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ബോധ്യം. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ 23 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ധ്യാനമൊക്കെ കൂടി പറ്റുമ്പോഴൊക്കെ കുർബാനയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ആ ഒരു ദിവസം ഞാൻ കുർബാനയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് അവരുടെ ബയോഡാറ്റ സിറോക്സ് ചെയ്തു തരാമോ എന്ന് ചോദിച്ച് അവരുടെ ബയോഡാറ്റയും ഒരു 80 റുപ്പീസും ഒരു കവറിൽ ഏൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ കുർബാന കാണാൻ പോയപ്പോഴേക്കും അവിടെ ഓൾറെഡി തുടങ്ങിയതുകൊണ്ട് ഞാൻ അവിടെ അടുത്തുള്ളൊരു ചാപ്പലിൽ കയറി ആരാധിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആ കവറിന് ഇച്ചിരി സൗണ്ട് ഉണ്ടാക്കുന്ന കവറായതുകൊണ്ട് ഞാൻ ആ ചാപ്പലിൻ്റെ തൊട്ട് പുറത്ത് വെച്ചിട്ട് ആരാധനയ്ക്ക് കയറി. അപ്പോൾ ആരാധന കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ കവർ അവിടെ കാണുന്നില്ല. എനിക്ക് ശരിക്കും സങ്കടം വന്നത്. കാരണം അത് എൻ്റേതല്ല, എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഏൽപ്പിച്ച് തന്നു വിട്ടതാണ്. അപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആണല്ലോ, ഞാനിന്ന് 3 മണിയാകുമ്പം ഇവിടെ വരും, എനിക്ക് ആ കവറൊന്ന് തിരികെ തരാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു എത്രയും തേളം മാതാവ് പ്രാർത്ഥന ചൊല്ലി ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഇന്ന് 3 മണിയാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഞാൻ 3 മണിയായപ്പോൾ തിരിച്ചു വന്നു. നോക്കി, എനിക്ക് കവറ് കാണാൻ പറ്റിയില്ല. സങ്കടമായി, തിരിച്ചു പോയി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും വേറൊരു ചാപ്പലിൽ ആരാധനയുണ്ട്, ഈശോ എഴുന്നള്ളിച്ച് വെച്ച്. അപ്പോൾ അങ്ങനെ ആരാധനയൊക്കെ കൂടി ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് 3 ബിൽഡിംഗ് ആയിട്ടാണ് ഹോസ്റ്റൽ. അതിലുള്ള വേറൊരു ബിൽഡിങ്ങിൽ വാർഡൻ ഇരിക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് കോള് വന്നു, ബീനായ്ക്കൊരു പാഴ്സൽ, ഒരു കവർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോൾ എൻ്റെ ആ നഷ്ടപ്പെട്ടു പോയ കവറാണ്. അപ്പം ഞാനിത് ആരാണ് തന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു സ്ത്രീ തന്നിട്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. എൻ്റെ കവറിൽ എൻ്റെ പേരോ ഇത് എൻ്റേതാണെന്ന് അറിയേണ്ടതായ ഒരു ഡീറ്റെയിൽസും അതിലില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ 2 ബയോഡാറ്റ മാത്രമേ ഉള്ളൂ. പിന്നെ അതും 10-15 മിനിറ്റ് നടന്നാണ് വന്നാലേ ഞങ്ങളുടെ ഹോസ്റ്റലിൽ എത്തുള്ളൂ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് എനിക്ക് കൊണ്ടുതന്നതാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ മാതാവിനോട് നമുക്ക് സഹായം അപേക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ആവശ്യങ്ങളാകാം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളാകാം, തീരുമാനം എടുക്കാനുള്ള കാര്യങ്ങളാകാം, പരിശുദ്ധാത്മാവെന്നറിയാനാണ്, എന്ത് ആവശ്യമാണെങ്കിലും മാതാവ് ഈശോയുടെ ഇഷ്ടപ്രകാരം അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. അതുകൊണ്ട് നമുക്ക് മാതാവിനെ വിളിച്ചപേക്ഷിക്കുന്നതിൽ ഒരു കുറവും വരുത്തേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.